നമ്മളിപ്പോൾ ചെറിയുള്ളി കറിയാണ് വെക്കാൻ പോണത്. അതിന് ആവശ്യമുള്ള സാധനം ചെറിയുള്ളി, വേപ്പില, സവോള, തക്കാളി, കടുക്, ഉലുവ, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കോൽപ്പുഴി, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് എണ്ണ. നമ്മളിപ്പോൾ അടുപ്പ് കത്തിക്കാം. ഇതൊന്ന് ചൂടായിക്കോട്ടെ. ചൂടായി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മുടെ മൺകലത്തിൽ വെക്കുന്ന ഫുഡ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഫുഡ് നമ്മൾ വെക്കുമ്പോൾ മൺകലത്തിൽ വെച്ച് നോക്കി നല്ല ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ മൺകലം ചൂടാവാൻ ഇത്തിരി നേരം പിടിക്കും. ചൂടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ കടുക്, ഉലുവ, ജീരകം ഇതൊക്കെ ഇടാം. ഒന്ന് പൊട്ടട്ടെ. നമുക്ക് വേപ്പിലിടാം. വേപ്പില നമുക്ക് പിച്ചിട്ടാൽ നമുക്ക് കഴിക്കാൻ നല്ല സുഖമായിരിക്കും. നമ്മൾക്ക് സവോള ഒരു സവോള വേണ്ട, ആദ്യ സവോള ഇടാം. നമുക്ക് ഇതിൽ വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം. ഇഷ്ടമുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടാം. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളുടെ വീട്ടിൽ കറി വെക്കാൻ പോയപ്പോൾ അറിഞ്ഞത് വെളുത്തുള്ളി ഇല്ല എന്നുള്ളത്. ഇത് നല്ലോണം വഴങ്ങി കിട്ടട്ടെ, വാടട്ടെ നല്ലോണം. ഈ പെട്ടെന്ന് വാടാനായിട്ട് ഒരു ടിപ്പാണ്. നമുക്ക് ഇത്തിരി ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വണക്കിയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും. നമുക്കിപ്പോൾ വാടിയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇടാം. തക്കാളിയും ഈ സെയിം കുറച്ച് നേരം വാടി വരുമ്പോൾ അതിൻ്റെ മണമൊക്കെ അടിപൊളിയായിട്ട് പച്ചമണമൊക്കെ പോയിട്ട് ഇപ്പോൾ തന്നെ ഒരു പ്രത്യേകത ഒരു മണം വന്നു. നമുക്ക് ഈ ജീരകവും ഉലുവയും കടുകിയൊക്കെ ആകുമ്പോൾ വേപ്പിലയൊക്കെ ആകുമ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള മണം വന്നിട്ടുണ്ട്. അതിൽ വെളുത്തുള്ളിയും കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായേനെ. ഇത് നല്ലോണം വാടിക്കിട്ടിട്ടെ. നമുക്ക് നല്ല വാടിക്കിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇടാം. നമുക്ക് കുഞ്ഞു ഉള്ളിയെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായേനെ. പരമാവധി ചെറിയ ഉള്ളി എടുത്ത് ഉണ്ടാക്കാൻ നിൽക്കുക. ചെറിയ ഉള്ളിയെങ്കിൽ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായേനെ, കഴിക്കാനും കൂടിയിട്ട്. നമുക്ക് ചെറിയ ഉള്ളി എപ്പോഴും ശരീരത്തിൽ പോകുന്നത് ഏറ്റവും നല്ലതാണ്. അതിനെക്കൊണ്ട് കുറേ ഉപകാരങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതൊന്ന് വണങ്ങിക്കിട്ടിട്ട് നമുക്ക് അത്യാവശ്യം പച്ചമണം പോയിട്ടുണ്ട്. നമുക്കിനിയും മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും മൂന്നും കൂടി ഇടാം. നമുക്ക് ഇതിൽ പുളി പിഴിഞ്ഞ് വയ്ക്കാം. നമുക്ക് പിഴിഞ്ഞ് വെച്ച പുഴി ഒന്ന് ഒഴിക്കാം. പുഴീൻ്റെ ഈ ഒരു കൊട്ടൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പുളിവെള്ളം മാത്രം മതി. വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ഒരു വട്ടം കൂടി പിഴിയാം. ഇപ്പോൾ രണ്ടാമത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. നമുക്കൊന്ന് നല്ലോണം മിക്സാക്കി വിടാം. ഈ നേരത്ത് നമുക്ക് ഉപ്പും എരിവും പുളിയും ഒക്കെ കൂടി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ മതി. ഒന്ന് നല്ലോണം തിളക്കട്ടെ. നമുക്ക് ഈ കറിയിൽ കിടന്ന് ഉള്ളി നല്ലോണം തിളച്ച് വെന്നോട്ടെ. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കറി ആവശ്യമുണ്ട്. നമ്മുടെ വീട്ടിലെ ആൾക്കാർ കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് കറി ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇത് ഓഫാക്കുകയാണ്. കറി വേണ്ട, കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നുള്ളവർ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി കറി റെഡി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും മൺകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അപാര ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടും പോലും തിളച്ചുകൊണ്ടിരിക്കുക. ഈ തിളപ്പിൽ തന്നെ അത് കുറച്ച് നേരം കൂടി വറ്റി കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ.